പൊതുവാ ഫോട്ടോഷൂട്ട് അടിപൊളിയായി തീർന്നു. ഇപ്പം സാമ്പിൾസ് എക്സ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുക. അപ്പം ഞാൻ കാണിച്ചു തരാം എന്താ സംഭവമെന്ന്. ഞാൻ പിക്സി എന്ന് പറഞ്ഞൊരു ഫോട്ടോ ഷെയറിംഗ് പ്ലാറ്റ്ഫോമാണ് യൂസ് ചെയ്യുക സാധാരണ ക്ലയൻറ്റിന് സാമ്പിൾസ് ഒക്കെ അയക്കാൻ. അപ്പോൾ ബേസിക്കലി ഇതാണ് സംഭവം. സോറി ഇത് ഇപ്പം എക്സ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇന്നലെ എടുത്ത ഫോട്ടോസ് അപ്പം അടിപൊളിയായി വന്നിട്ടുണ്ട്. ചില സാമ്പിൾസ് ഞാൻ കാണിച്ചു തരാം. ഇതൊന്നും എന്താ പറയുക, എഡിറ്റ് ചെയ്തിട്ടില്ല, എല്ലാം റോ ആണ്. ഇത് കുറച്ച് ഇതിപ്പം കുറച്ച് സ്ലോ ആണ്. എൻ്റെ ആക്ച്വൽ ലാപ്ടോപ്പ് അടിച്ചു പോയി. ഇപ്പം ഞാൻ പഴയ ലാപ്ടോപ്പ് വെച്ചിട്ടാണ് ചെയ്യുന്നത്. കുറച്ച് ഈ ഫോട്ടോസ്, പിന്നെ കുറച്ച് പറഞ്ഞില്ലേ ഇന്നലെ തീം റെഡ് ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആയിരുന്നു. ഞാൻ കളറിൽ കുറച്ചും കൂടെ കോൺസെൻട്രേറ്റ് ചെയ്ത് തുടങ്ങി. ഇത് ഒരു സെറ്റ്. പിന്നെ ഭയങ്കര സാറ്റിസ്ഫൈഡ് ആയിരുന്നു ഇന്നലത്തെ ഫോട്ടോഷൂട്ടിൽ. ഇത് കുറച്ച് ആർട്ടി ആയിട്ടുള്ളത്. ഇത് പിന്നെ ഇതൊക്കെ ഇപ്പോൾ സംഭവം എന്താ നടക്കുന്നതെന്ന് പറഞ്ഞാൽ, ഈ ഫോട്ടോസൊക്കെ ഞാൻ ഷോർട്ട് ലിസ്റ്റ് ചെയ്തിട്ട് പിക്സി എന്ന് പറഞ്ഞ പിക്സി എന്ന് പറഞ്ഞ ഒരു ഫോട്ടോ ഷെയറിങ് ഇതുണ്ട്. അപ്പം ഇതിനകത്ത് നിങ്ങൾക്ക് ആൽബംസ് ക്രിയേറ്റ് ചെയ്യാം. ഇപ്പം ഇതിൻ്റെ മുന്നേ നടന്ന ഒരു ജിം ഷൂട്ടായിരുന്നു. അതുകൊണ്ട് ആ ലാപ്ടോപ്പ് അവിടെ കിടക്കുന്നുണ്ട്. അടിപൊളി സ്പെക്സ് ഒക്കെ ഉള്ളായിരുന്നു. ഇപ്പം നേരെ ബ്രൗസിലേക്കാണ് കയറുന്നത്. അപ്പം ഇതിങ്ങനെ അപ്ലോഡ് ചെയ്തിട്ട് നമ്മൾ ഓട്ടോമാർക്കൊക്കെ ഇട്ടിട്ട് അവർക്ക് എങ്ങനെ കിട്ടുമെന്ന് പറഞ്ഞാൽ ക്ലയൻറ്റിൽ പോയാൽ ഇങ്ങനെ കിട്ടും, വ്യൂ ഗാലറി. അപ്പോൾ അതടിച്ചാൽ ഇങ്ങനെ ഫോട്ടോസ് കാണാം. അപ്പോൾ ഫോട്ടോ എടുത്തിട്ട് ഇവിടെ ലൈക്ക് ഓപ്ഷൻ ഉണ്ട്. ഇത് ലൈക്ക് അടിച്ചാൽ അവർ ഷോർട്ട് ലിസ്റ്റ് ചെയ്തെന്ന് അർത്ഥം. നമുക്കെങ്ങനെ എന്ത് ചെയ്യാൻ പറ്റും എന്ന് പറഞ്ഞാൽ, ഷോർട്ട് ലിസ്റ്റ് ചെയ്തതാണ് ഇവിടെ. ഷോർട്ട് ലിസ്റ്റ് ചെയ്യാനുള്ളത് ഓക്കെ. ഇപ്പം ഇതാ ഫോട്ടോസ് എന്ന് വെച്ചോ. ഇവിടെ പോയി ഫേവറേറ്റ് ആക്ടിവിറ്റിയിൽ പോയത് 20 ഫോട്ടോസ് ഷോർട്ട് ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത് ക്ലിക്ക് ചെയ്താൽ ഇവിടെ ഉണ്ട്. ഇങ്ങനെ പോയാൽ കോപ്പി ഫയൽ നെയിംസ്, ഇത് കോപ്പി ചെയ്യുക, നേരെ ലൈറ്റ് റൂമിൽ ക്ലിക്ക് ചെയ്ത് പേസ്റ്റ് ചെയ്താൽ ഷോർട്ട് ലിസ്റ്റ് ചെയ്ത ഫോട്ടോസ് റെഡിയായി. അതല്ലാതെ തന്നെ ഇത് റൈറ്റ് റൂമായിട്ട് ലിങ്ക് ചെയ്ത് ഓരോ പ്രാവശ്യം എന്താ പറയുക നമ്മുടെ കാറ്റലോഗ് ഉണ്ടാക്കാം. പക്ഷേ അതിന് ഞാൻ കുറച്ച് മടിയായതുകൊണ്ട് ചെയ്യാറില്ല. പക്ഷേ ഭയങ്കരമായിട്ട് ടൈം സേവ് ആവും. എനിവേ ബാക്കി ഫോട്ടോസൊക്കെ എഡിറ്റ് ചെയ്തിട്ട് കാണിക്കാം.